നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏതായാലും പോറ്റിയുടെ 2 വീടുകളിലും SIT എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സ്വർണം വിറ്റിട്ടുള്ള ജ്വല്ലറികളിലും SIT എത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണ ഭൂമി ഇടപാടുകളെ കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ ശ്രീരാമപുരം നിവാസികളെയാണ് ഞെട്ടിച്ചിരിക്കുന്നത്. വൻകിട പലിശ ഇടപാടുകൾ നടത്തുമ്പോഴും പരിചയക്കാരിൽ നിന്നും ചെറുതുകകൾ കടം വാങ്ങുന്ന പ്രകൃതക്കാരനായിരുന്നു പോറ്റി. എല്ലാവരോടും ശാന്തമായും സരസമായാണ് സംസാരിച്ചിരുന്നത്. 20 വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്ന പോറ്റിയെക്കുറിച്ച് ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ആദ്യ ഭാര്യയുടെ അസ്വാഭാവിക മരണത്തെ തുടർന്നാണ് താമസിച്ചിരുന്ന വീടിന് എതിർഭാഗത്തെ കൊത്താരി മാൻഷൻ അപ്പാർട്ട്മെന്റ് ഫ്ളാറ്റിലേക്ക് 2004 പോറ്റി മാറിയത്. തുടർന്നായിരുന്നു 2-ാം വിവാഹം. ആദ്യ ഭാര്യയുടെ മരണത്തോടെ പോറ്റി ശ്രീരാമപുരം ക്ഷേത്രത്തിൽ നിന്നും പുറത്തായി. അപ്പോൾ എങ്ങനെയാണ് ആ മരണം സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇനി SIT ഒരുപക്ഷെ അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. തുടർന്ന് ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായതിന്റെ മേൽവിലാസത്തിലാണ് ബംഗളൂരിലേക്കുള്ള 2-ാം വരവ്. 2-ാം ശബരിമല എന്നറിയപ്പെടുന്ന ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു. 2019 മാർച്ചിൽ ശബരിമല ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശി സമർപ്പിച്ച ശേഷമായിരുന്നു ഇത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ തെളിവെടുപ്പിൽ 576 ഗ്രാം സ്വർണം പിടിച്ചെടുത്തെങ്കിലും നഷ്ടപ്പെട്ട സ്വർണത്തിൽ ഇനിയുമേറെ കണ്ടെത്താനുണ്ട്. പോറ്റിയുമായി ബാംഗ്ലൂരിലും ബെള്ളാരിയിലും ചെന്നൈയിലുമായി നടത്തിയ തെളിവെടുപ്പിന് ശേഷം അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഇന്നലെ തിരികെ എത്തി. ഇനി ശബരിമലയിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷം 2-ാം പ്രതി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും. കണ്ടെടുത്ത സ്വർണ്ണമടക്കം അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഉടൻ കോടതിയിൽ ഹാജരാക്കും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ക്രൈംബ്രാഞ്ചിന്റെ ഈഞ്ചക്കൽ ക്യാമ്പ് ഓഫീസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നത ബന്ധങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു തെളിവെടുപ്പ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ നടത്തിയത് കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. ബാംഗ്ലൂരിൽ മാത്രം നടത്തിയ ഇടപാടുകൾ വളരെ വലുതാണ്. വമ്പൻ ഇടപാടുകൾ നടത്താൻ പോറ്റിക്ക് എവിടെ നിന്നും പണം ലഭിച്ചു എന്നത് ഇപ്പോഴും ദുരൂഹമായി നിലനിൽക്കുകയാണ്. ബാംഗ്ലൂരിലും ചെന്നൈയിലും അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നതരുമായി ബന്ധപ്പെട്ട് സിനിമാ രംഗത്തുള്ളവരും വ്യവസായികളും എല്ലാം ഇക്കൂട്ടത്തിൽ വരും. അതേസമയം ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കർണാടകയിലെ ശ്രീരാംപുര വീട്ടിൽ നിന്നും 176 ഗ്രാം സ്വർണം പിടിച്ചെടുത്തിരുന്നു. ഭൂമി ഇടപാട് രേഖകളും പിടിച്ചെടുത്തതായാണ് വിവരം. അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു ശ്രീരാമപുരത്തെ ഫ്ളാറ്റിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തെ വീട്ടിൽ നിന്നും സ്വർണ്ണ നാണയങ്ങളും 2 ലക്ഷം രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. ബംഗളൂരു കേന്ദ്രീകരിച്ച് പോറ്റി നടത്തിയ കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടിന്റെ രേഖകളും കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട്. ബെള്ളാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ അടക്കമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് SIT അന്വേഷണം നീണ്ടത്. 3 ദിവസമായി ബംഗളൂരു, ചെന്നൈ അടക്കം കേന്ദ്രീകരിച്ചായിരുന്നു പ്രത്യേക സംഘത്തിന്റെ ചുമതലയുള്ള SP ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ അന്വേഷണം. റോഡ് മാർഗമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലെ എത്തിച്ചത്. ഗൂഢാലോചനയിലെ പ്രധാന കേന്ദ്രമായ സ്മാർട്ട് ക്രിയേഷൻസിലടക്കം ചെന്നൈയിൽ 3 ഇടങ്ങളിൽ പോറ്റിയുമായി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പ്രത്യേക സംഘത്തിലെ ഒരു ടീം ബെള്ളാരിയിലെത്തി സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെ ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ലാതെയായിരുന്നു ബെള്ളാരിയിലെ തെളിവെടുപ്പ്. പോറ്റിയുമായി ഗോവർദ്ധൻ നടത്തിയ പണമിടപാടുകളുടെ രേഖകളും കസ്റ്റഡിയിലെടുത്തു. മറ്റൊരു സംഘം ബാംഗ്ലൂരിലെ പോറ്റിയുടെ വീട്ടിലും പരിശോധനയ്ക്ക് നേതൃത്വം കൊടുത്തു. വീട്ടിൽ നിന്നാണ് 176 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും നാണയങ്ങളും കസ്റ്റഡിയിലെടുത്തത്. പോറ്റിയും അദ്ദേഹത്തിന്റെ സഹ സ്പോൺസറായിരുന്ന രമേശ് റാവുവും ഗോവർദ്ധനും അനന്ത സുബ്രഹ്മണ്യവും ചേർന്ന് കെട്ടിടങ്ങളും ഭൂമിയും വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകളും കസ്റ്റഡിയിലെടുത്തു. ബംഗളൂരുവിലെ ഈ 5-അംഗ സംഘത്തിനെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന പരിശോധന. ദ്വാരപാലക പാളികൾ കൊണ്ടുപോയ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തിയെന്നാണ് വിവരം. വൈകിട്ട് 4:30യോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സംഘം തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയത്. കസ്റ്റഡിയിലെടുത്ത് സ്വർണ്ണമടക്കം ഓഫീസിലെത്തിച്ചു. അടുത്ത ദിവസം തന്നെ ഇവ കോടതിയിൽ ഹാജരാക്കും. ചെന്നൈയിൽ വേർതിരിച്ചെടുത്ത സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ബെള്ളാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന് വിറ്റുവെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗോവർദ്ധൻ SITക്ക് മൊഴി നൽകി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റുവെന്നാണ് ഗോവർദ്ധന്റെ മൊഴി. ഗോവർദ്ധനും വിൽപ്പന സ്ഥിരീകരിച്ചിരുന്നു.
മഹാരാഷ്ട്രയിൽ നിന്ന് വിദഗ്ധരെത്തിച്ച് സ്വർണം വേർതിരിച്ചുവെന്നും സ്വർണം പൂശലിന് ശേഷം ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിലാണ് സ്വർണം വിറ്റുവെന്ന് കണ്ടെത്തിയത്. ഇതുവഴി നേടിയ പണം ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ചെലവഴിച്ചതെന്ന് വിവരവും SITക്ക് ലഭിച്ചിട്ടുണ്ട്. പോറ്റിയുടെ വീട്ടിൽ നിന്ന് ബാങ്ക് രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു. ഗോവർദ്ധനുമായി പോറ്റിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ ഉന്നതർക്കുള്ള പങ്കിന്റെ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികളിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണിത്. പണമായോ സ്വർണമായോ പങ്ക് കൈപ്പറ്റിയോ എന്നതടക്കം അന്വേഷിക്കുന്നുണ്ട്. പോറ്റിയുടെ വസതിയിൽ നിന്ന് കണ്ടെടുത്ത ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ബിനാമി ഇടപാടാണോ എന്നത് പരിശോധിക്കും. മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മൊഴി നൽകിയെന്നാണ് വിവരം. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ഗൂഢാലോചന കൃത്യമായി പുറത്തുവരാൻ ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. 30 വരെയാണ് പോറ്റിയുടെ കസ്റ്റഡി കാലാവധി. മുരാരി ബാബുവിനെ നാളെ റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ കിട്ടാൻ പ്രത്യേക അന്വേഷക സംഘം കോടതിയിൽ പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിച്ചിരുന്നു. ബംഗളൂരിൽ പോറ്റിയുടെ വസതിയിൽ നടത്തിയ തെളിവെടുപ്പിൽ ഭൂമി ഇടപാടുകളുടെ പണം പലിശയ്ക്ക് നൽകിയതിന്റെയും രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിലും കേരളത്തിലുമായി കോടികളുടെ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടിയതായാണ് വിവരം. സ്വന്തം പേരിലും ബിനാമി പേരിലുമാണ് ഇടപാടുകൾ. സുഹൃത്തായ രമേശ് റാവുവിനെ മറയാക്കി പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടും പോറ്റിക്കുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബംഗളൂരിലെയും ചെന്നൈയിലെയും തെളിവെടുപ്പിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു. പോറ്റി സ്വർണം വിറ്റ ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് 400 ഗ്രാം, പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും 176 ഗ്രാം സ്വർണവും വീണ്ടെടുത്തിരുന്നു. ശബരിമലയിലെ ശ്രീകോവിലിൽ വാതിൽ പണിത് സ്വർണം പൂശി നൽകിയത് താനാണെന്നും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ പറഞ്ഞിരുന്നു. ശബരിമലയിലെ ഗോവർദ്ധന്റെ ഇടപാടുകൾ SIT അന്വേഷിക്കും. പുതുക്കി പണിത വാതിലുമായി 2019 കുടുംബസമേതം ശബരിമലയിലെത്തി. ബെല്ലാരിയിൽ വാതിൽ പൂജിച്ചുവെന്നും പൂജയിൽ 1000ഓളം പേർ പങ്കെടുത്തുവെന്നും ഗോവർദ്ധൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. തേക്കിൻ തടിയിൽ നിർമ്മിച്ച വാതിൽ ചെമ്പ് പൊതിഞ്ഞ ശേഷം സ്വർണം പൂശുകയായിരുന്നു. ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് തടി വാതിൽ കൂട്ടിയോജിപ്പിച്ചത്. ഹൈദരാബാദിൽ എത്തിച്ച് ചെമ്പ് പൊതിഞ്ഞു. ചെന്നൈയിലാണ് സ്വർണം പൂശിയത്. വാതിൽ ചെന്നൈ, വിശാഖപട്ടണം ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ എത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ നടത്തി പണം സമ്പാദിച്ചെന്നാണ് SIT അന്വേഷണത്തിൽ അറിഞ്ഞത്. രേഖകൾ പ്രകാരം വാതിൽ പണിതതിന്റെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. വാതിൽ പണിഞ്ഞത് നിയോഗമായി കരുതിയതിനാൽ സ്പോൺസറുടെ പേര് മാറിയത് കാര്യമാക്കിയില്ലെന്ന് ഗോവർദ്ധന്റെ മൊഴി നൽകിയെന്നാണ് സൂചന. ഏതായാലും ഇപ്പോൾ കൂടുതൽ ആളുകളാണ് ഇപ്പോൾ ഈ ശബരിമല കൊള്ളയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഒരു മുരാരി ബാബുവിലോ ഒതുങ്ങുന്നതല്ല ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചിട്ടുള്ള ഈ ഒരു വലിയ കൊള്ള എന്ന് പറയുന്നത്. ഇതിന് പിന്നിൽ നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു നിരയെ തന്നെ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇവരെല്ലാം തന്നെ വളരെ വേഗത്തിൽ പുറത്തു വരട്ടെ. ഈ പറയുന്ന വിശ്വാസികളെ, ജനങ്ങളെ പറ്റിച്ചിട്ടുള്ള ഈ കള്ളന്മാർക്കെല്ലാം തന്നെ തക്കതായിട്ടുള്ള ശിക്ഷയും കിട്ടട്ടെ.